ജോലി റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ കിട്ടുകയും അതിൽ ഞാൻ സെലക്ട് ആവുകയും ചെയ്തു. പക്ഷേ 3 മാസങ്ങൾക്ക് ശേഷമാണ് ജോയിൻ ചെയ്യേണ്ടത്. വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പോയിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേർന്നു. ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേർന്ന ആ മാസം തന്നെയാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ളത്. പ്രഗ്നൻസി എനിക്ക് ഒരിക്കലും ഈസി ആയിരുന്നില്ല. നോസിയ, വോമിറ്റിങ്, പ്രഗ്നൻസി റിലേറ്റഡ് മൈഗ്രെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്തു. എനിക്ക് 4 വയസ്സുള്ളയും 8 വയസ്സുള്ളയും 2 കുട്ടികളുണ്ട്. അവരെ രാവിലെ സ്കൂളിൽ പറഞ്ഞു വിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എൻ്റെ ഡ്രൈവിംഗ് ബസ് വന്നിട്ടുണ്ടാവും. ഞാൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടി അതിൽ കയറി പോവും. ഒരു മണിക്കൂറത്തെ ക്ലാസ്സേ ഉള്ളൂ. പക്ഷെ അത് നല്ല ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടെസ്റ്റ് ഫെയിലായി, സെക്കൻഡ് ടെസ്റ്റും ഫെയിലായി, മെൻ്റലി ഡൗൺ ആയി, നിർത്തിയാലോ എന്ന് ആലോചിച്ചു. പക്ഷേ അൽഹംദുലില്ലാ 3-ാമത്തെ ടെസ്റ്റിൽ ഞാൻ പാസ്സായി കയ്യിൽ ലൈസൻസ് കിട്ടിയ സെയിം ഡേ തന്നെയാണ് ഞാൻ എൻ്റെ ജോബിന് പോയി ജോയിൻ ചെയ്യുന്നത്. എൻ്റെ പേര് ഫൈറൂസ. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. 25K എബോവ് ഫോളോവേഴ്സ് എനിക്കുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കടത തുടരാം. അങ്ങനെ ഞാൻ ജോലി കണ്ടിന്യൂ ചെയ്യുന്നു. 58 കിലോഗ്രാമിൽ നിന്ന് 80 കിലോഗ്രാമിലേക്ക് വരെ എൻ്റെ വെയിറ്റ് കൂടി. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫിസിക്കലി കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യേണ്ട ജോബാണ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. വീട്, കുട്ടികൾ, അവരുടെ പഠനം, ഫുഡ് ഒക്കെ ഞാൻ മാനേജ് ചെയ്തു. പറയുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷേ അത്രയും ഈസി ആയിരുന്നില്ല. പലതവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ജോലി തുടരുന്നു. 9 മാസം വരെ ഞാൻ എൻ്റെ ജോബ് ഇത്രയും വലിയ വയറ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ 9-ാം മാസം ഞാൻ ജോബ് മെറ്റേണിറ്റി ലീവ് എടുക്കുകയും പ്രസവം കഴിഞ്ഞ് റീജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ഞാൻ എന്നും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളതിനെ നേരിടുക എന്നല്ലാതെ പെട്ടെന്ന് നിർത്തുക എന്നുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 3-ാം മാസം ഞാൻ വീണ്ടും ജോലി തുടരുകയാണ്. വീട്ടിലാരും ഉണ്ടായിട്ടില്ല. ഉമ്മ തിരിച്ചു പോയി. അപ്പോൾ മോന് പാലെടുത്ത് വെക്കുക, ബാക്കി എല്ലാ പണികളോടെ കൂടെ ഈ പണിയും കൂടെ കൂടി എന്നുള്ളത് തന്നെ. അപ്പം ഞാൻ ഹസ്ബൻഡ് കൂടെയായിരുന്നു മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. പുതിയൊരാളെ ഒരു മെയ്ഡിനെയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ അറിയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പെട്ടെന്ന് മരണപ്പെട്ടു എന്നുള്ളത്. നാട്ടിലേക്ക് പോകുന്നു, ജോലി നിർത്താം എന്ന് വീണ്ടും ചിന്തിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ കുഴപ്പമില്ല, തുടരാം എന്ന് തോന്നി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോഴും ജോബ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വല്ലാണ്ട് സ്ട്രെസ്സാകുമ്പോൾ, സ്ട്രെയിൻ ആകുമ്പോൾ ഞാനിങ്ങനെ എന്നോട് തന്നെ ഇങ്ങനെ തട്ടിയിട്ട് ഞാൻ പറയും, ഫൈറു നീ സൂപ്പറാടോ എന്ന്.